ആരോഗ്യം അമൂല്യം. വായിലെ ക്യാൻസർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കുഞ്ഞിമുഹമ്മദ് KP. വായയുടെ വിവിധ ഭാഗങ്ങളെ ക്യാൻസർ ബാധിക്കുന്നു. കൂടുതലായും നാവ്, കവിൾ, താടിയെല്ല്, ചുണ്ട് എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായും ഇതിനു കാരണം പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, ചില വൈറസ് ബാധ, ഉദാഹരണത്തിന് HIV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ജനിതക കാരണങ്ങൾ എന്നിവയാണ്. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന 50ഓളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. മൂർച്ചയുള്ള പല്ല് കാരണം ചിലർക്ക് വായിൽ ഇടയ്ക്കിടെ മുറിവ് ഉണ്ടാകുകയും അപൂർവമായി അത് പിന്നീട് ക്യാൻസറായി മാറുകയും ചെയ്യാം. കൂടുതലായും 40-50 വയസ്സുള്ള പുരുഷന്മാരിലാണ് വായിലെ ക്യാൻസർ കാണപ്പെടുന്നത്. വായിലുള്ള മുറിവിൽ കൂടുതലായി ബ്ലീഡിംഗ് ഉണ്ടാകുക, മുറിവ് ഉണങ്ങാതിരിക്കുക, അസഹ്യമായ വേദന അനുഭവപ്പെടുക, മുഖത്ത് മരവിപ്പ്, കഴുത്തിൽ തടിപ്പ് ഉണ്ടാകുക, വായ തുറക്കാനുള്ള പ്രയാസം, ചെവി വേദന, രുചിവ്യത്യാസം, ഭക്ഷണം ഇറക്കാനുള്ള പ്രയാസം, അമിതമായ ശരീരഭാരം കുറയുക, സംസാരിക്കാനുള്ള പ്രയാസം എന്നിവയാണ് പ്രധാനമായും രോഗലക്ഷണമായി കാണുന്നത്. വായുടെ ഏത് ഭാഗത്തെയാണോ ക്യാൻസർ ബാധിക്കുന്നത് അതിനനുസരിച്ച് രോഗലക്ഷണങ്ങളും വ്യത്യാസപ്പെടാം. ഇപ്പോൾ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. മുറിവിൽ നിന്നും ബയോപ്സി ചെയ്താണ് അസുഖം ക്യാൻസർ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ചിലപ്പോൾ കഴുത്തിലെ കയലകളിൽ നിന്നും നീരുകുത്തി പരിശോധിച്ചും രോഗം നിർണ്ണയിക്കാവുന്നതാണ്. പിന്നീട് ക്യാൻസറിൻ്റെ സ്റ്റേജ് അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യുകയും തുടർന്നു ചികിത്സാരീതി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. സർജറി ആണ് വായിലെ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതി. സാധാരണയായി ഇത് തുടക്കം സ്റ്റേജിലാണ് ചെയ്യാറുള്ളത്. ശേഷം കീമോയോ റേഡിയേഷനോ ചെയ്തു ക്യാൻസർ വീണ്ടും വരുന്നതിനുള്ള സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. എന്നാൽ ചില ക്യാൻസർ 3ാമത്തെയോ 4ാമത്തെയോ സ്റ്റേജിൽ ആയിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത വിധം ചുറ്റും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവാം. ഈ ഘട്ടത്തിൽ കീമോതെറാപ്പിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ചികിത്സാരീതി. കീമോ ചെയ്തു ക്യാൻസർ ചുരുങ്ങുകയാണെങ്കിൽ പിന്നീട് ഓപ്പറേഷൻ ചെയ്തു നീക്കം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ 3 ചികിത്സാരീതികൾ ഉപയോഗിച്ചാൽ പോലും ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. അതിനാൽ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണേണ്ടതാണ്. ഇതിനെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഇതിലൂടെ തുടക്കത്തിൽ തന്നെ ക്യാൻസർ വീണ്ടും വരുന്നത് കണ്ടെത്തുകയും തുടർന്ന് ഫലപ്രദമായ ചികിത്സ നൽകി രോഗം ഭേദപ്പെടുത്താവുന്നതുമാണ്. ഒരു രോഗിക്ക് വായിലെ ക്യാൻസർ നിർണയിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് പുകയിലയും പുകയിലയുടെ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടത്. തന്മൂലം ക്യാൻസർ ചികിത്സ എളുപ്പമാവുകയും വീണ്ടും വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. വായിലെ ക്യാൻസർ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ ചികിത്സയും തുടർ ചികിത്സയുമായി ഏകദേശം 1-1.5 വർഷമെടുക്കും. കൂടാതെ ഇടയ്ക്കിടെയുള്ള ഫോളോ അപ്പ് ചികിത്സയും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത്. മദ്യപാനം, പുകവലിയും പുകയില ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് പാൻ പരാഗ്, ഗുഡ്ക, വെറ്റില മുതലായവ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ തീർച്ചയായും അത് പൂർണ്ണമായി വർജിക്കേണ്ടതും എന്തെങ്കിലും രോഗലക്ഷണം കണ്ടാൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. തുടക്കത്തിലെ ചികിത്സിച്ചാൽ പൂർണ്ണമായും മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് വായിലെ ക്യാൻസർ. വായിലെ ക്യാൻസർ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കുഞ്ഞിമുഹമ്മദ് KP.